നമ്മൾ മാങ്ങ വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ജ്യൂസ് അടിക്കാൻ പോവുക. അതിന് നമ്മൾ ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ ജ്യൂസിന് വേണ്ടി മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തട്ടാം. അതിന് വേണ്ടി നമ്മൾ ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. അത് ഈ 3 കാന്താരിയും കൂടി ഇട്ടായിരുന്നു. കാന്താരി ഞാനങ്ങ് ഇട്ടായിരുന്നു, പറഞ്ഞില്ലായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. ഇതൊന്ന് മിക്സിയിലോട്ടൊന്ന് അടിക്കാം. നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ചണ്ടി എടുക്കണം കേട്ടോ. നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി വെള്ളം. നമുക്ക് ഇത്രയും ജ്യൂസ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര ഇടാം. ഞാൻ ഒരു 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് മധുരം ഇട്ടാൽ മതി. നല്ലതാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് നമ്മൾ ഫ്രിഡ്ജിലൂടെ വെച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ എന്ത് നല്ലതാണെന്ന് അറിയാമോ? വേറൊരു എല്ലാ ജ്യൂസിനേക്കായി ബെറ്റർ ഇതാണെന്ന് തോന്നും. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഒരു കപ്പിനകത്തോട്ട് കുറച്ച് ഒഴിക്കാം. എടുത്ത് കലക്കി ഒഴിക്കാം. പഴുത്ത മാങ്ങ എടുക്കണ്ട, വിളഞ്ഞ മാങ്ങയായാലും കുഴപ്പമില്ല. ഞാൻ 5 കുഞ്ഞു മാങ്ങയാണ് എടുത്തത്. അതിനകത്ത് ഇത്രയും ബാലൻസ് വന്നു. നിങ്ങളും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.